ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാലൻസ് ചർച്ചയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുണ്ഠ സ്വാമിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് വൈകുണ്ഠ സ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനവും പ്രധാനപ്പെട്ട കൃതികളുമായിരുന്നു. അപ്പം കൃതികൾ ഏതൊക്കെയായിരുന്നു? അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ. ഇതൊരു PYQ ക്വസ്റ്റ്യൻ കൂടിയാണ്. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനായിരുന്നു ഹരിഗോപാലൻ. അഖിലത്തിരുട്ടമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനായിരുന്നു ഹരിഗോപാലൻ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ എന്നായിരുന്നു. എങ്ങനെയായിരുന്നു? നിഴൽ താങ്കൽ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ. വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. അഖിലത്തിരുട്ടമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് അയ്യാവഴി. അഖിലത്തിരുട്ടമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? അയ്യാവഴി. അയ്യാവഴി മതത്തിൻ്റെ ആഘോഷങ്ങൾ അയ്യാ വൈകുണ്ഠ അവതാരവും കൊടിയേറ്റൂർ തിരുനാളുമാണ്. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദച്ചനം, തിരുച്ചെന്തൂർ. വൈകുണ്ഠ സ്വാമികളുടെ 5 ശിഷ്യന്മാർ അറിയപ്പെടുന്ന പേരാണ് സീട്ടർ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വൈകുണ്ഠ സ്വാമികളുടെ 5 ശിഷ്യന്മാർ അറിയപ്പെടുന്ന പേര് എന്താണ്? സീട്ടർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയായിരുന്നു അയ്യാവഴി. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമര. അപ്പം അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തവിളയിലാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത്. സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പം സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അപ്പം നമുക്കത് വേണമെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് സമപന്തി ഭോജനം എന്ന് വെച്ചാൽ ആഹാരമാണല്ലോ. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ, ഇതിൽ വൈകി എന്നുള്ളതുണ്ട്. അപ്പം വൈകി വന്നാൽ ഭോജനം കിട്ടില്ല അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമ്മളിത് ക്ലൂ വെച്ച് പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തൂവയിൽ പന്തി കൂട്ടായ്മ. അപ്പോൾ സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണോ? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തൂവയിൽ പന്തി കൂട്ടായ്മ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരിക്കിണർ അഥവാ സ്വാമിക്കിണർ. മുന്തിരിക്കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വാമിത്തോപ്പ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പം മുന്തിരിക്കിണർ സ്ഥിതി ചെയ്യുന്നത് സ്വാമിത്തോപ്പിലും സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഇത് സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വർഷം 1836. അപ്പോൾ 1836 സമത്വ സമാജം സ്ഥാപിച്ചു. വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധി നൽകുക എന്ന ആവശ്യവുമായിട്ട് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം. അത് 2014. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന സംഭാവനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചാന്നാർ ലഹളയ്ക്ക് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം, ഇതിന് പ്രചോദനം നൽകിയ ആത്മീയ നേതാവായിരുന്നു വൈകുണ്ഠസ്വാമി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പതികൾ. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് പതികൾ എന്നാണ്. ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലം
സാമിത്തോപ്പിലാണ്. ആദ്യത്തെ പതി സ്ഥാപിച്ചത് സാമിത്തോപ്പിലാണ്. പ്രധാനപ്പെട്ട 5 പതികൾ: സാമിത്തോപ്പ് പതി, അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പുപ്പതി. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിശേഷണങ്ങളാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് അനന്തപുരി നീചൻ എന്നായിരുന്നു. തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് അനന്തപുരി നീചൻ എന്നായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചതും വെണ്ണീചൻ്റെ ഭരണം. അതൊരു PYQ ആണ്. വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് കരിനീച ഭരണം എന്നായിരുന്നു. വൈകുണ്ഠസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് 12 സർക്കാർ നാടാർ സമുദായത്തിന് അവധി നൽകിയിട്ടുണ്ട്.